ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടീച്ച് യു എ ലെസൺ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മുടെ കൊറിയൻ ഗവൺമെന്റ് ERPB എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റത്തെ കൊണ്ടുവരികയും അതിലൂടെ ബുള്ളീഡ് ആകുന്ന കുട്ടികളെ രക്ഷിക്കാനായിട്ടുള്ള ഇൻസ്പെക്ടേഴ്സിനെയൊക്കെ സ്കൂൾസിലേക്ക് അയച്ച് അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും അവരെ ബുള്ളി ചെയ്യുന്നവരെ തിരിച്ച് അതേ രീതിയിൽ തന്നെ പണിഷ് ചെയ്തിട്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നതാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഈ ERPBനെ സപ്പോർട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ അവർക്ക് എതിരായിട്ടും ഒരുപാട് കമന്റ്സും പ്രൊട്ടസ്റ്റുകളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ERPBയിലത്തെ ആൾക്കാർ കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് റിപ്പോർട്ടേഴ്സ് ഇപ്പോൾ മിനിസ്റ്ററുടെ അടുത്ത് കംപ്ലൈന്റ് പറയുമ്പോൾ ഇന്നത്തെ സ്കൂൾസ് ആയാലും ടീച്ചേഴ്സിനായാലും കുട്ടികളുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് മര്യാദയ്ക്ക് പറ്റുന്നില്ലെന്നും ടീച്ചേഴ്സ് കുട്ടികളെ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിന്റെയും ആ ഒരു പ്രൊട്ടക്ഷനും അവരുടെ റൈറ്റ്സിനും ജസ്റ്റിസിനും വേണ്ടിയിട്ടാണ് അവർ ERPB എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ തന്നെ കൊണ്ടുവന്നതെന്നൊക്കെ മിനിസ്റ്റർ ഇപ്പോൾ റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇനി മുതൽ കൊറിയയിലുള്ള ഒരു സ്കൂളിലും സെക്ഷൽ ആയിട്ടുള്ള അബ്യൂസുകളോ ബുള്ളിയിങ്ങോ വയലൻസോ ഒന്നും തന്നെ നടക്കാനായിട്ട് ERPB സമ്മതിക്കില്ലെന്നും അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ഏതൊരു അറ്റം വരെയും ചെന്നിട്ടായാലും അവർ മര്യാദയ്ക്കൊരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ERPB എയിം ചെയ്തിരിക്കുന്നതെന്നും അവൻ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് ക്വിൻ ടെക്നിക്കൽ എന്ന് പറയുന്ന ഒരു ഹൈസ്കൂളിലേക്ക് പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത് വരുന്ന ബൊങ് എന്ന് പറയുന്ന ഒരു പയ്യനെയാണ്. അവനാകട്ടെ അവിടേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു സ്കൂള് ഒരു സാധാരണയല്ലെന്നും അതിലുള്ള എല്ലാ പിള്ളേരും ബുള്ളീസ് ആണെന്നും കാശിനു വേണ്ടി എന്തും ചെയ്ത് ആരെയും കൊല്ലാൻ പോലും മടി കാണിക്കാത്ത ഗുണ്ടകളാണെന്നും അവനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പത് ക്ലാസ് റൂമിൽ തന്നെ അവന്മാര് ഫുൾ ടാറ്റോ അടിച്ച് പുകയൊക്കെ വലിച്ച് ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യാണ്ട് വെപ്പൻസുമായിട്ട് തന്നെയാണ് ക്ലാസ്സിൽ ഇരിക്കുന്നതും. ഇതേ നേരം അവിടേക്ക് പുതിയതായിട്ട് എത്തിയ ബൊങ്ങാകട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു പാവം പയ്യനായിരുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടിട്ട് അവന്റെ കണ്ണ് തന്നെ തള്ളി പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ തന്നെ പെട്ടെന്ന് ഇവന്റെ ക്ലാസ്സിലുള്ള കുറച്ച് പയ്യന്മാരും വേറെ ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് പയ്യന്മാരും തമ്മിൽ വലിയൊരു അലമ്പ് തന്നെ അവിടെ നടക്കുന്നുണ്ട്. കൂട്ടത്തില് അവരാകട്ടെ പാവം നമ്മുടെ ബോങ്ങിനെ വിളിച്ചോട്ട് പോകുന്നു മാത്രമല്ല ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാത്ത അവനും ഓപ്പോസിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് നല്ല പോലെ തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ അടികൊണ്ട് അവൻ താഴെ കിടക്കുന്ന സമയത്താണ് അവന്റെ അടുത്ത് ഇവന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഈ ബുള്ളീസിന്റെ എല്ലാവരുടെയും ഒരു ഇരയായിട്ടുള്ള കിം എന്ന ഒരു പയ്യൻ അവനെ പരിചയപ്പെടാനായിട്ട് വരുന്നത്. ഇവിടെ നടക്കുന്നത് സർവ്വസാധാരണമാണെന്നും ഇത് ഓട്ടോമോട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെയും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെയും പിള്ളേരുടെ തമ്മിലുള്ള സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു അടിയാണെന്നും ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് തന്നെ ആ നാട്ടിലെ ഗുണ്ടകളുടെയൊക്കെ തലവനായിട്ടുള്ള ഗ്വാൻ എന്ന് പറയുന്ന ആ ഒരു ഗുണ്ട സാറിന്റെ റെക്കഗ്നിഷന് വേണ്ടിയാണെന്നും കിം ഇപ്പോൾ ബൊങ്ങിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇവര് തമ്മിലുള്ള ഒരു ഫൈറ്റിൽ ജയിക്കുന്നവർക്ക് ഈ ഗ്വാൻ എന്ന് പറഞ്ഞ ആ ഒരു ഗുണ്ടാ തലവന്റെ ഗ്യാങ്ങിലേക്ക് കയറാനായിട്ട് പറ്റുമായിരുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഈ പിള്ളേര് ഇങ്ങനെ ഗുണ്ടകളുടെ പോലെ ഓരോ കാര്യങ്ങളൊക്കെ കൂട്ടുന്നതെന്നൊക്കെ ബൊങ് ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. ഇത് നേരെ തന്നെ ERPBയും ഇതേ സ്കൂളിന് തന്നെ ഇപ്പൊ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ആ ഒരു ബുള്ളീസിൽ ഒരാളിപ്പോ വന്നിട്ട് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന പുതിയ അഡ്മിഷൻ എടുത്ത ബൊങ്ങിനെയും ആ ക്ലാസ്സിലെ ഏറ്റവും പാവമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ബുള്ളികളുടെ ഇരയായിട്ടുള്ള കിമ്മിനെയും കൂട്ടിയിട്ട് അവരോട് രണ്ടുപേരോടും ഫൈറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാണ്. മാത്രല്ല ഈ ഒരു ഫൈറ്റിൽ തോറ്റു പോകുന്നവർക്ക് എന്റെ വകയും സമ്മാനം ഉണ്ടെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ തല്ല് കൊള്ളുന്നതും ചീത്ത കേൾക്കുന്നതൊക്കെ ശീലമായിട്ടുള്ള പാവം നമ്മുടെ കുട്ടിയായിട്ടുള്ള കിമ്മ പുതിയതായിട്ട് വന്ന നമ്മുടെ ബൊങ്ങിന്റെ അടുത്ത് നീ എന്നെ തല്ലിക്കൊള്ളാനും എനിക്കത് ശീലമായെന്നും അല്ലെങ്കിൽ ഇവര് നമ്മളെ രണ്ടുപേരെ അടിക്കുമെന്ന് പറയുമ്പോൾ നിസ്സഹായനായിട്ടുള്ള ബൊങ്ങാകട്ടെ അധികം ഫോഴ്സ് ഇല്ലാണ്ട് തന്നെ കിമ്മിനെ അടിക്കുന്നുണ്ട്. അങ്ങനെ കിം ആ ഒരു ഫൈറ്റിൽ തോറ്റു പോകുന്ന കാരണം കൊണ്ട് ആ ഒരു ബുള്ളീസ് ഇപ്പോൾ കിമ്മിനെ അടിച്ച് അവനെ ഒട്ടും പറ്റാത്ത രീതിയിലാക്കുന്നുണ്ട്. പിന്നീട് അവര് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ബൊങ്ങും അവന്റെ അവസ്ഥ കണ്ടിട്ട് അവരെ ബാഗൊക്കെ പിടിച്ച് അവനെ സഹായിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കുന്നുണ്ട്. പോകുന്ന വഴിയിൽ അവർ രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് അവരുടെ ഫാമിലി വളരെ പാവപ്പെട്ടവരാണെന്നും എങ്ങനെയെങ്കിലും ആ ഒരു സ്കൂളിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അങ്ങനെയെങ്കിലും തന്റെ പ്രായമായിട്ടുള്ള ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് ഒരു സഹായിയായി തീരാനൊക്കെയാണ് അവൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ കിം ബൊങ്ങിന്റെ അടുത്ത് പറയുമ്പോൾ ആ ഒരു ബുള്ളീസ് ഇത്രയും കിമ്മിനെ ഉപദ്രവിച്ചിട്ടും അവനെ കൊല്ലാൻ വരെ നോക്കിയിട്ടും വീണ്ടും വീണ്ടും അവൻ ആ ഒരു സ്കൂളിലേക്ക് തന്നെ പോകുന്നത് അവന്റെ നിവർത്തികേട് കൊണ്ടാണെന്നൊക്കെ ബൊങ്ങിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം കിം പതിവ് പോലെ തന്നെ സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നമ്മുടെ ERPBയുടെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള വാജിന് അവനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ന് മുതൽ ഈ ഒരു സ്കൂള് ഇനി ERPBയുടെ കൺട്രോളിലാണെന്നും ഇനി മുതൽ നിന്റെ ദേഹത്ത് ഒരു വിരൽ പോലും വെക്കാനായിട്ട് ആർക്കും ധൈര്യം ഉണ്ടാവില്ലെന്നും ഇൻസ്പെക്ടർ ഇപ്പൊ അവന് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ഇതേതായാലും തന്നെ ഇപ്പൊ നമ്മുടെ പാവം ബൊങ് പോലീസിന്റെ അടുത്ത ടാർഗറ്റ് ആയിട്ട്
അവനിപ്പോൾ നേരെ എഴിഞ്ഞു വന്ന് നമ്മുടെ ഇൻസ്പെക്ടറിന്റെ കാലിന്റെ തുമ്പത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അപ്പോഴാണ് നമ്മൾ ഇത്ര നേരം വിചാരിച്ചിരുന്ന പോലെ ബൊങ് ഒരു പുതിയ ന്യൂ അഡ്മിഷൻ സ്റ്റുഡന്റ് അല്ലെന്നും അവൻ ഈ ERPBയിൽ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്പെക്ടർ ആണെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ആക്ച്വലി അവിടെ നടക്കുന്ന കാര്യങ്ങളും ബുള്ളീസിനെ കുറിച്ചും വിക്ടിമാകുന്ന കിമ്മിനെ പറ്റിയൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോൾ വേഷം മാറിയിട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവനിപ്പോൾ വെച്ചിരിക്കുന്ന ആ ഒരു കണ്ണാടി തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ERPBനെ അറിയിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്യാമറ തന്നെ ആയിരുന്നു. അങ്ങനെ അതിനുശേഷം ഹാജിൻ എന്ന ആ ഒരു ഇൻസ്പെക്ടർ വന്നിട്ട് ഈ ബുള്ളീസിനെ എല്ലാവരും നേരിട്ട് കാണുന്നുണ്ട്. ആ സമയം ഈ ബുള്ളീസ് ആകിട്ട് നീ എന്തിനിപ്പം ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ മെക്കെട്ട് കയറാൻ നിൽക്കുമ്പോൾ ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഹാജിൻ ആകട്ടെ വെറും സെക്കൻഡുകൾ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളായിട്ടുള്ള ഒരു 19 പേരെ ഒറ്റയടിക്ക് ഒരു മടിയും കൂടാണ്ട് അടിച്ച് വീഴ്ത്തുന്നുണ്ട്. ശേഷം അവരെ ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ് കൊടുക്കുകയും ഇവനായിട്ട് തന്നെ ഉണ്ടാക്കിയ പുതിയ സ്കെഡ്യൂള് അവർക്ക് കൊടുത്ത് ഇനി മുതൽ എല്ലാ ദിവസവും നിങ്ങൾ എത്ര നേരം പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള കുറച്ച് പിള്ളേര് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഹാജിൻ വീണ്ടും അവറ്റങ്ങൾക്ക് ഇട്ടൊന്ന് കൊടുത്ത് ഒരിക്കലും മറക്കാത്തൊരു പാഠം അവരെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് അവൻ അവരുടെ ക്ലാസ് ടീച്ചറിനെ അവിടേക്ക് കൊണ്ടുവരികയും നോട്ട്സ് എഴുതാനായിട്ട് അവരുടെ അടുത്ത് പറയുമ്പോൾ ഒരു ചെക്കൻ എഴുന്നേറ്റ് നിന്നിട്ട് തനിക്ക് നോട്ട് എഴുതാൻ പേനയില്ലെന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടർ അവന്റെ കൈ പിടിച്ച് ഓടിച്ച് നീ വേണമെങ്കിൽ നോട്ട് ബ്ലഡ് കൊണ്ട് എഴുതിക്കോന്ന് പറയുന്നതും അവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ തലതെറിഞ്ഞു നിൽക്കുന്ന എല്ലാറ്റങ്ങൾക്കും ഓരോ പാഠങ്ങൾ കൊടുത്തിട്ട് അവൻ എല്ലാത്തിനെയും നേരെയാക്കിയെടുക്കുന്നതെന്ന് മാത്രമല്ല ഇപ്പോൾ അവരെല്ലാം നല്ല പിള്ളേരായിട്ട് ടീച്ചർ എഴുതി വരുന്ന നോട്ട്സ് എല്ലാം പകർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടൈം വരുന്ന സമയത്ത് ഈ 2 ഡിപ്പാർട്ട്മെന്റിനെയും ലീഡേഴ്സ് വീണ്ടും കാണുകയും അവരുടെ ഇടയിൽ വീണ്ടും പ്രശ്നം വന്നിട്ട് തങ്ങൾക്ക് 2 പേർക്കും ഒരു പ്രാക്ടിക്കലൊന്നും ചെയ്യാനായിട്ട് സൗകര്യമില്ലെന്നും പറഞ്ഞ് അവർ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഹാജിൻ അവരെ 2 പേരെയും കൂട്ടിയിട്ട് കേടായി കിടക്കുന്ന ബ്രേക്കൊന്നും ഇല്ലാത്ത ഒരു ഡോറ് തന്നെ ഇല്ലാത്ത ഒരു കാറിൽ കയറ്റിയിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് ആ ഒരു കോമ്പൗണ്ട് ഫുള്ള് ഡ്രൈവിന് പോകുന്നുണ്ട്. അവനാകട്ടെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ട് വലിയ സ്പീഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെന്നില്ലാതെ ഓടിക്കുകയും ബ്രേക്ക് ഇല്ലാത്ത ആ ഒരു കാർ ഇത്തരം ഒരു രീതിയിൽ ഓടിക്കുന്ന കാണുമ്പോൾ മരണത്തെ തൊട്ടു മുമ്പിൽ കാണുന്ന പിള്ളേരാകട്ടെ വളരെ പേടിച്ച് വിറച്ച് ആകെ ഇല്ലാണ്ടായി പോകുന്നുണ്ട്. പക്ഷെ എങ്കിലും ഈ ഒരു ഇൻസ്പെക്ടർക്ക് ഇട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് 2 കൂടി മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻസ്പെക്ടർ ആകട്ടെ അവരുടെ രാത്രി വരെ ഈ ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ലെന്നും കുത്തിയിരുന്ന് പഠിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും 2 പേരും കൂടിയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഗുണ്ടാതലവനായിട്ടുള്ള ഗ്വന്നിനെ കാണാനായിട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതേ നേരം ബൊങ്ങാകട്ടെ ആ ഒരു പുതിയ കുട്ടിയായിട്ട് അഭിനയിച്ച് തന്നെ ഇവരുടെ ഈ ഒരു പ്ലാൻ മനസ്സിലാക്കി അതിനവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് നേരെ അവരോടൊപ്പം ആ ഒരു ഗ്യാങ് ലീഡറിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ആക്ച്വലി അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും അയാളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ബൊങ് ഇപ്പോൾ അവരുടെ ഒപ്പം പോകുന്നത് തന്നെ. അങ്ങനെ പിന്നീട് ആ ബുള്ളീസ് ഗ്യാങ് ലീഡറിന്റെ അടുത്ത് സംസാരിക്കുകയും തിരിച്ച് അവരുടെ സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ പുറകിലായിട്ട് ഈ ERPBനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ERPBനെ ഇല്ലാതാക്കാനായിട്ട് അവിടേക്ക് എത്തിയിരിക്കുന്ന ഗ്വന്നിനെ നമ്മൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഗ്വന്നിനെ കാണുന്ന പിള്ളേരാകട്ടെ ദേ നമ്മളുടെ ലീഡർ എന്ന് പറഞ്ഞിട്ട് അവനെ സപ്പോർട്ട് ചെയ്ത് അവന് വേണ്ടി കൈയടിച്ച് അവന്റെ പേര് വിളിച്ച് അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തുന്ന ഗ്വൻ അപ്പം തന്നെ നമ്മുടെ ഹാജുനുമായിട്ട് ഒരു ഫൈറ്റിൽ ഏർപ്പെടുന്നുണ്ട്. ഇത്രയും വലിയ ഒരു ഗുണ്ട തലവനായതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള ഈ ഗ്വന്നാകട്ടെ കുറെ നേരം നമ്മുടെ ഇൻസ്പെക്ടറുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മുടെ ഇൻസ്പെക്ടറിനെ വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് ദേ പുലി പോലെ വന്നവൻ എലി പോലെ ആയെന്ന് പറഞ്ഞിട്ട് ബാക്കി പിള്ളേരൊക്കെ ഇൻസ്പെക്ടറിനെ കളിയാക്കിയിട്ട് അവരെല്ലാവരും ഇപ്പൊ ഗ്വന്നിനെ ഇങ്ങനെ പ്രേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെ പോലെ തന്നെ കൈയടിച്ച് ഇപ്പൊ ഇൻസ്പെക്ടർ എണീക്കുന്നത്. ശരിക്കും നമ്മുടെ ഇൻസ്പെക്ടർ ആ ഒരു ഫൈറ്റിൽ തോറ്റുപോയതല്ല, പകരം അവന്റെ ഒരു പ്ലാനിങ് തന്നെയായിരുന്നു അത്. അതായത് ശരിക്കും ഈ ഒരു സ്കൂളിലെ ബുള്ളീസിനെ പിടിക്കാനല്ല, പകരം ഒട്ടുമിക്ക സ്കൂളിലും പഠിക്കുന്ന പിള്ളേരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ ഗുണ്ടകളെ പോലെ ആക്ട് ചെയ്യിപ്പിക്കുന്ന ഈ ഗുണ്ടകളുടെ തലവനായിട്ടുള്ള ഗ്വന്ന് തന്നെയായിരുന്നു നമ്മളുടെ ERPBയുടെ ഒരു ടാർഗറ്റ് എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഗ്വന്നിനെ പിടിക്കാൻ മാത്രമായിട്ടാണ് അവരിപ്പോ ഈ ഒരു ടെക്നിക്കലിന്റെ സ്കൂളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് നമ്മുടെ ഇൻസ്പെക്ടർ അവന്റെ യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലും ഈ ഒരു ഗ്വന്നിനിട്ട് നല്ലത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഇൻസ്പെക്ടറിന്റെ 7 അയലത്ത് പോലും എത്താനായിട്ടുള്ള ഒരു ശക്തി ആ ഒരു ഗുണ്ടാ തലവനില്ലെന്ന് ബാക്കിയുള്ള പിള്ളേരും കണ്ട് മനസ്സിലാക്കുന്നത്. സോ അതിലൂടെ തന്നെ ഇത്ര നേരം താൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തെറ്റായ ആളോട് ആയിരുന്നെന്നും ഇനി അങ്ങനെ ചെയ്യാൻ പോയ തങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കും ആ ഒരു പിള്ളേരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു.
ഇന്നേരം ഇവിടെ ഇൻസ്പെക്ടർ ശരിക്കും വന്നിന് നല്ലപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇപ്പതേ ചെയ്യാൻ നോക്കിയിട്ട് ഒരു വീൽ ചെയറിൽ അവനെ ഉന്തിക്കൊണ്ട് സ്കൂളിന്റെ പുറത്തേക്ക് എത്തുന്നുണ്ട്. ഇന്നേരം ഈ ഗുണ്ടാത്തലവന്റെ ബാക്കിയുള്ള ഫോളോവേഴ്സ് ആകട്ടെ നേരെ നമ്മുടെ ഇൻസ്പെക്ടറിന്റെ അടുത്തേക്ക് ഒരു യുദ്ധത്തിന് പൊട്ടി പുറപ്പെടുന്ന പോലെ വരുന്നുണ്ടെങ്കിലും എല്ലാത്തിനെയും നമ്മുടെ ഇൻസ്പെക്ടർ ഒറ്റയ്ക്ക് അടിച്ച് ഓടിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും ഇത്ര നേരം ഇവരുടെ മുമ്പിൽ നിന്ന് സംസാരിച്ച ഇൻസ്പെക്ടർക്ക് ഇത്രയുമൊക്കെ ചെയ്യാൻ പറ്റൂന്നും ഈ ഒരു ഗുണ്ടാ തലവനേക്കാളും വലിയ ഒരാളാണ് ഇവരുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന അവരിപ്പോ നമ്മുടെ ഇൻസ്പെക്ടർ മുമ്പിൽ മുട്ടുകുത്തി അവന്റെ അടുത്ത് സോറിയൊക്കെ ചോദിച്ചു ഇനി ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് പറയുമ്പോൾ നിങ്ങൾ എന്റെ അടുത്തല്ല സോറി പറയണ്ടേന്ന് പറഞ്ഞിട്ട് അവനിപ്പോ നേരെ പാപം നമ്മുടെ കിമ്മിനെ കൈ ചൂണ്ടുന്നുണ്ട്. കാരണം ഇത്രയും നാളും ഇവരുടെ ആട്ടും തുപ്പൊക്കെ കേട്ട് ഇവരുടെ അടി സഹിച്ച് തനിക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ആ ഒരു സ്കൂളിലേക്ക് ഡെയിലി വന്നുകൊണ്ടിരുന്നതാണ് പാവം നമ്മുടെ കിമ്മ. അങ്ങനെ എല്ലാവരും ഇപ്പോ നമ്മുടെ കിമ്മിനെ നോക്കി മാപ്പ് പറയുന്ന സമയത്ത് ആദ്യം താൻ എല്ലാവരോടും ക്ഷമിച്ചെന്നും തനിക്ക് ആരോടും വിഷമമൊന്നും ഇല്ലെന്നും അവൻ പറയുന്നുണ്ടെങ്കിലും ഇത്ര നാള് അവര് തന്നോട് ചെയ്ത ദ്രോഹം ഓർമ്മിക്കുമ്പോൾ അവൻ അറിയാതെ ഒന്ന് പൊട്ടിക്കരഞ്ഞ് പോകുന്നുണ്ട്. കാരണം ആദ്യമായിട്ട് ഒരാള് അവനെ മനസ്സിലാക്കി അവന് വേണ്ടി സ്വരം ഉയർത്തിയിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഹ്വാജനിപ്പോ ബാക്കിയുള്ള കുട്ടികളോട് നിങ്ങൾക്ക് പഠിക്കാൻ വരണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നോളാനും അല്ലാണ്ട് ഈ ഒരു സ്കൂളിലേക്ക് വന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള പിള്ളേരുടെ ഭാവി തകർക്കരുതെന്നും അവനിപ്പോ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ന്യൂസിലൂടെ ആ ഒരു സ്കൂളിൽ നടന്ന ERPBയുടെ ഇടപെടൽ കാരണം കൊണ്ട് രക്ഷപ്പെട്ടു പോയിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ലോകം മുഴുവൻ അറിയുന്നുണ്ട്. മാത്രമല്ല ഇനി മുതൽ സ്കൂൾസിൽ ഇങ്ങനെയുള്ള ഗുണ്ടായിസും ഡ്രഗ്സും ടാറ്റൂസും ബുള്ളിങ്ങും ഗ്യാങ് ആക്ടിവിറ്റി ഒന്നും തന്നെ പാടില്ലെന്നും ERPB ഇപ്പൊ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഇതുവരെ ഇപ്പൊ ERPBനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നവർ പോലും ഇപ്പൊ ERPBയുടെ ആ ഒരു നല്ല ഉദ്ദേശം മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം അറിയുന്ന പ്രതിപക്ഷ നേതാവാകട്ടെ ഇനി എന്ത് ചെയ്യുന്നു ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൻ സീക്രട്ടായിട്ട് നമ്മുടെ മിനിസ്റ്ററെ പറ്റിയിട്ടും ഈ ഒരു ERPBയുടെ ഇൻസ്പെക്ടറിനെ പറ്റി നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ നിന്നാണ് അവനൊരു കാര്യം മനസ്സിലാകുന്നത്. അതായത് ശരിക്കും ഈ ERPBയിലെ ഇൻസ്പെക്ടറായിട്ടുള്ള ഹ്വാജനാകട്ടെ നമ്മുടെ മിനിസ്റ്ററിന്റെ മരുമകനായിരുന്നു. പക്ഷെ അവന്റെ ഭാര്യ എങ്ങനെയൊക്കെയോ കൊലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ഫ്യൂണറലിന്റെ ഫോട്ടോസാണ് ഇപ്പോൾ ഈ ഒരു എതിർപക്ഷ നേതാവിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡിങ്ങിലായിട്ട് നമ്മൾ കണ്ടിരുന്ന ആ ഒരു കല്ലറ ഈ മിനിസ്റ്ററുടെ മകളുടെ തന്നെയാണെന്നും അതുപോലെ അവളുടെ ഭർത്താവാണ് നമ്മുടെ ഹ്വാജനെന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ലോകം മുഴുവനും ERPBനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ പോലും തന്റെ ഉള്ളില് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയെ നഷ്ടപ്പെട്ട ആ ഒരു വേദനയിൽ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ഹ്വാജനെയും കാണിച്ചു ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ് ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എനിവേ അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.